ഭാരത ചൈന ബന്ധം ശക്തിപ്പെടുത്താൻ ധാരണ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കും. നാഥുല പാസ് അടക്കം 3 അതിർത്തികൾ വഴിയുള്ള വ്യാപാരം വീണ്ടും ആരംഭിക്കും. ടൂറിസ്റ്റ് ബിസിനസ് വിസകൾ വീണ്ടും നൽകി തുടങ്ങും. അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനുള്ള ധാരണ നടപ്പാക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാകുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. പ്രത്യേകിച്ചും അമേരിക്ക ഭാരതത്തിന് താരിഫ് ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടന്നോടുകൂടിയാണ് ഭാരതവും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നു. ഒരുപക്ഷെ അതിർത്തിയിലുള്ള സേനാവിന്യാസം പോലും പിൻവലിക്കാൻ ഉള്ള ധാരണയിലേക്ക് നീങ്ങുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി വിവിധ തലങ്ങളിലുള്ള ചർച്ചകളാണ് പ്രധാനമായും നടക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ പുതിയ തീരുമാനങ്ങൾ എത്തിയത്. അത് ഇപ്രകാരമാണ്. അതായത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നാഥുല പാസ് അടക്കം 3 അതിർത്തികൾ വഴി വ്യാപാരം വീണ്ടും ആരംഭിക്കും. ടൂറിസ്റ്റ് ബിസിനസ് വിസകൾ വീണ്ടും നൽകി തുടങ്ങും എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ ഈ കൈലാസ് മാനസരോവർ യാത്ര നേരത്തെ ഏതാണ്ട് ഒരു 5 വർഷത്തോളം മുടങ്ങിക്കിടന്നതാണ്. അതിനുശേഷം അതൊന്ന് ഇതിനോടകം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ അത് ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ് വസ്തുത. അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനുള്ള ധാരണ നടപ്പാക്കും. അതിർത്തി വ്യക്തമായി നിർണ്ണയിക്കാൻ പ്രത്യേക സമിതിക്ക് 2 രാജ്യങ്ങളും രൂപം നൽകും എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. സേനകൾക്കിടയിലടക്കം അതിർത്തിയിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ മധ്യ കിഴക്കൻ മേഖലകളിലും സംവിധാനം കൊണ്ടുവരും. ബ്രിക്സ് ഉച്ചകോടി 2026 ഇന്ത്യയിൽ നടത്താൻ ധാരണയായിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെത്തും എന്നുള്ള കാര്യവും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നയതന്ത്ര ബന്ധം വന്നതിന്റെ 75ാം വാർഷികം ഇക്കൊല്ലം ആഘോഷിക്കാനും തീരുമാനിച്ചു. അതായത് അമേരിക്ക തീരുവ വർധനവിലൂടെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ ചൈനയുമായും റഷ്യയുമായും ചേർന്നതിനെ മറികടക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇന്ത്യ പയറ്റുന്നത്. അക്കാര്യത്തിൽ സംശയം വേണ്ട. അത് ചൈനയുമായി കൂടുതൽ അടുത്തുകൊണ്ടാണ് ഇന്ത്യ അതിന് ഇപ്പോൾ ആദ്യ കാൽവയ്പ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഭാരതവും ചൈനയും തമ്മിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു. അതിന്റെ ഭാഗമായി കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നു. അതിർത്തിയിലടക്കം കൂടുതൽ സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകുന്നത്.